السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഉസൂലുൽ ഖതായ കുല്ലിഹ സലാസത്തുൻ. ഒരാളിൽ നിന്ന് വന്നു പോകുന്ന തിന്മകളുടെയൊക്കെ പാപങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആ 3 കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്. ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു, അൽ കിബ്റു വഹുവല്ലദി അസാറ ഇബ്ലീസ ഇലാ മാ അസാറ. ഒന്നാമത്തേത് അത് അഹങ്കാരം ഉണ്ടാവുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, അതാണ് ഇബ്ലീസിനെ ഇന്നുള്ള കോലത്തിലേക്ക്, ഇന്നുള്ള രൂപത്തിലേക്ക് അവനെ മാറ്റിയത് അവന്റെ അഹങ്കാരം കാരണമാണ്. കാരണം അവൻ പറഞ്ഞു, അന ഖൈറും മിന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടൊരു കാര്യം കൽപ്പിച്ച സന്ദർഭത്തിൽ അവൻ പറഞ്ഞു, എന്താണ്, ഞാൻ ഓനെക്കാളിലും ഖൈറായ ആളാണ്, ഞാൻ തിരക്കേടില്ലാത്ത ഒരാളാണ് എന്നുള്ള തോന്നൽ വന്നതോടുകൂടി ഇബ്ലീസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നിഅമത്തുകൾ നൽകിയിരുന്നോ ആ നിഅമത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിച്ചു എന്ന് മാത്രമല്ല, അവനെ ശപിക്കപ്പെട്ടവനായി, ആട്ടപ്പെട്ടവനായി മാറ്റുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒരാൾക്കൊരു കിബർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാൾക്ക് അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവനെ അവസാനത്തിൽ എത്തിക്കുന്നത് കുഫറിലേക്കും അതുപോലെ തന്നെ ശിർക്കിലേക്കും ഒക്കെയാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വൽ ഹിർസു വഹുവല്ലദി അഖ്റജ ആദമ മിനൽ ജന്ന. രണ്ടാമത് അത്യാർത്തിയാണ്. ആർത്തി ഉണ്ടാവുക എന്നുള്ള സംഗതിയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും അള്ളാഹു പുറത്താക്കാൻ കാരണമാക്കി തീർത്തിട്ടുള്ളത്. നമുക്കറിയാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിബന്ധനകൾ വെച്ചിരുന്നു. ആ നിബന്ധനകൾ ഇബ്ലീസിന്റെ വസ്വാസിനാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റിക്കേണ്ടി വന്നു. എന്താ കാരണം? എന്നെന്നും ജീവിക്കാൻ നിങ്ങൾ ഈ മരത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ മതി എന്ന് ഇബ്ലീസ് വസ്വാസ് കൊടുത്തപ്പോൾ, അവൻ മന്ത്രിച്ചു കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ പഴം ഭക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ആ ജന്നത്തിൽ നിന്ന് തന്നെ, ആ സ്വർഗത്തിൽ നിന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്തു എന്നാണ്. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖനാഅത്തില്ല എങ്കിൽ, നമുക്ക് കിട്ടിയതിൽ നമുക്ക് തൃപ്തിയില്ല എന്നുണ്ട് എങ്കിൽ ആ അത്യാർത്തി നമ്മളെ എന്ത് തിന്മയും ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഇപ്പൊ നമുക്ക് ചെറിയൊരു വീടാണ്, അപ്പൊ വലിയ വീട് വെക്കണം, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും പലിശയിലേക്ക് പോകും. ചെറിയ വാഹനമാണ്, അതിൽ തൃപ്തിയില്ല, വലിയൊരു വീട് വേണം, അത് നമ്മൾ പലിശയിലേക്ക്, വലിയൊരു വാഹനമാണ്, നമ്മൾ പലിശയിലേക്ക് പോകും. നമുക്ക് സ്വാലിഹത്തായ സൗന്ദര്യവതിയായ ഒരു സ്ത്രീ നമുക്കുണ്ട്, പക്ഷെ ഭാര്യയായി നമുക്കുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ മറ്റ് സ്ത്രീ, അതിൽ ഖനാഅത്തില്ലാതെ, അതിൽ തൃപ്തിയില്ലാതെ മറ്റ് വൈകൃതങ്ങളിലേക്ക് നമ്മൾ പോകും. എന്ത് തിന്മയുടെയും, ആ തിന്മകളുടെ ഒക്കെ, അങ്ങനെ ശഹവത്തുമായി ബന്ധപ്പെട്ട തിന്മകളുടെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിർസാണ്, അത്യാർത്തിയാണ്. അപ്പോ അതും തിന്മയുടെ ഉസൂലാണ് എന്ന് അദ്ദേഹം പറയാണ്. മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് വൽ ഹസദു വഹുവല്ലദി ജറഅ അഹദ ബനി ആദമ അലാ അഖീഹി. മൂന്നാമത്തെ കാര്യം അസൂയയാണ്. ആ അസൂയ കാരണത്താലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ ഒരാൾ തന്റെ സഹോദരന് മേൽ ധൈര്യം കാണിച്ചത്. നമുക്കറിയാം ആ ചരിത്രം. അപ്പോ അയാൾക്കുണ്ടായ അസൂയ കാരണത്താലാണ്, മറ്റൊരാൾക്ക് കിട്ടിയ നിഅമത്തിന്റെ പേരിലുണ്ടായ ആ അസൂയ കാരണത്താലാണ് അദ്ദേഹത്തെ കൊന്നുകളയാൻ രൂപത്തിലുള്ള പ്രവണതയും ചിന്തയും ഒക്കെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഒരാളോട് അസൂയുണ്ട്, ഒരാൾക്ക് അല്ലാഹു നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളോട് അസൂയ ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് നമ്മൾ കുറ്റം പറയും. അതുപോലെ തന്നെ അയാൾക്ക് എതിരെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതൊക്കെ നമ്മൾ ചെയ്യും. നമ്മളുടെ അസൂയ ഇല്ല, അള്ളാഹു കൊടുത്തതാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് നമ്മളെങ്കിലോ നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് തിന്മകളുടെ, എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമായിക്കൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തത് കിബറാണ്, രണ്ടാമത്തത് ഹിർസ് അത്യാർത്തിയാണ്, മൂന്നാമത്തത് അസൂയയാണ്. ഈ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക, അത് മാറ്റി നിർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.